RSSനെയും CPIഎമ്മിനെയും വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജനങ്ങളെപ്പറ്റി ചിന്തയില്ലാത്തവരാണ് ഇരു കൂട്ടരും. ഇരു പ്രത്യയശാസ്ത്രങ്ങൾക്കും എതിരെ ആശയപരമായി താൻ പോരാടുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. I fight the RSS ideologically. I fight the CPM ideologically. And I fight them in the realm of ideas. And I fight them in the realm of speech. But my biggest complaint with them is that they do not have feelings for people. You can have whatever ideas you want. If you do not feel for people, if you're not ready to connect with people, if you're not ready to hug people, you cannot be a leader. വിശദാംശങ്ങൾ ദേവൻ MP നൽകും. ഇന്ന് രാവിലെ കോട്ടയത്ത് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലാണ് RSSനെയും CPMനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. RSSനെയും CPMനെയും പ്രത്യയശാസ്ത്രപരമായി താൻ എതിർക്കുന്നുവെന്നും ആശയപരമായി അവരോട് പോരാട്ടം നടത്തുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ ഇരു കൂട്ടർക്കും ജനങ്ങളെപ്പറ്റി ചിന്തയില്ല എന്നും ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുമാണ് തന്റെ പരാതിയെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഒപ്പം വയനാട്ടിലടക്കം നടക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെപ്പറ്റിയും രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രസംഗത്തിൽ വാചാലനായി. വയനാട്ടിലേക്കടക്കം ഓടിയെത്തുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങളുടെ ഉള്ളിലെ ഭയം മനസ്സിലാക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം രാഷ്ട്രീയ ജീവിതത്തിൽ രാഹുൽ ഗാന്ധിയുടെ 21 വർഷം നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളുടെ വികാരങ്ങൾ ഇത്രയധികം മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടില്ല എന്നും ഉമ്മൻചാണ്ടിയെ പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഗുരുവും വഴികാട്ടിയുമാണ് ഉമ്മൻചാണ്ടി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ക്രൂരമായ രാഷ്ട്രീയ ആക്രമണങ്ങൾ നേരിട്ടപ്പോഴും ഒരാളോട് പോലും ഉമ്മൻചാണ്ടി ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്നില്ല എന്നും രാഹുൽ ഗാന്ധി എടുത്തുകാട്ടി. ഇന്ന് രാവിലെ കോട്ടയം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ എത്തിയ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. KPCC സംഘടിപ്പിച്ച സ്മൃതി സംഗമം എന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മറ്റ് സാമുദായിക നേതാക്കളും മതപുരോഹിതന്മാരും പങ്കെടുത്തു. ഒപ്പം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 11 വീടുകളുടെ താക്കോൽദാനവും കേൾവിയില്ലാത്ത കുട്ടികൾക്കായി നടപ്പാക്കുന്ന ശ്രുതി തരംഗം പദ്ധതി ഉദ്ഘാടനവും ഈ പരിപാടിയുടെ ഭാഗമായി ഇന്ന് കോട്ടയത്ത് നടന്നു.